ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് മാങ്ങ കൊണ്ട് നമ്മളെ വീട്ടിലുള്ള 2-3 ചേരുവകളൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന കടയിൽ അതേ രുചിയിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണിത്. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും ഇതിന് ആവശ്യമില്ല. നമ്മളെ വീട്ടിലുള്ള സാധാ ചേരുവകൾ വെച്ച് നമുക്ക് ഈ ഐസ്ക്രീം തയ്യാറാക്കാവുന്നതിന് ടേസ്റ്റിലാണെങ്കിൽ ഒട്ടും ഒരു കുറവുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കൊരു പാത്രത്തിലൊഴിച്ച് വയ്ക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടാലും മതി. പിന്നെ അല്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് 3 ടേബിൾ സ്പൂൺ എടുത്താലും മതി. അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം പാലൊഴിച്ചൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് പിന്നെ അത് മാറ്റി വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് അതൊന്നുകൂടെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് മൂട്ടിൽ കട്ടയായിട്ടിരിക്കും. അതൊന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ആ പാലിലോട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് കൈയെടുക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അത് മൂട്ടിപ്പിടിക്കും. നമുക്കതൊരു ക്രീം പരുവത്തിൽ ആക്കി എടുക്കാനുള്ളതാണിത്. നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ ഇല്ലയെന്ന് വെച്ച് വിഷമിക്കേണ്ട. 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്താലും മതി. പിന്നെ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഇത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി കിട്ടും. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, നിങ്ങൾക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് ചേർന്ന് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇതിൽ പിടിക്കണം. എന്നിട്ടൊന്ന് കൈയെടുക്കാതെ തന്നെ ഇളകി കൊടുക്കണം, അല്ലെങ്കിൽ അത് മുട്ടിപ്പിടിക്കും. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു ബൗളിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രിഡ്ജിലൊരു 1 മണിക്കൂറെങ്കിലും തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. ആ സമയം കൊണ്ട് 3 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 2 മാങ്ങ കാണിക്കുന്നതെങ്കിൽ 3 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതേപോലെ കട്ട് ചെയ്ത് അതിൻ്റെ പൾപ്പെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ ഒട്ടും തൊലിയില്ലാതെ തന്നെ നമുക്ക് കിട്ടും. നാരില്ലാത്ത മാങ്ങ എടുക്കുന്നെങ്കിൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇത് ഇവിടെ എൻ്റെ വീട്ടിൽ പിടിച്ച മാങ്ങയാണിത്. ഇതേപോലെ എല്ലാ മാങ്ങയും ഇതേപോലെ നമുക്ക് ഇതിൻ്റെ പൾപ്പെടുക്കാം. ഞാൻ സൈഡ് എടുക്കുന്നില്ല, സൈഡിൽ നാരുള്ളതുകൊണ്ട് ഇതേപോലെ 2 ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 3 മാങ്ങ എടുക്കുന്നത്. 3 മാങ്ങ ഇതേപോലെ എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നല്ല മധുരമുള്ള മാങ്ങ നോക്കിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ അപ്പോഴത്തേക്ക് നമ്മളെ കസ്റ്റാർഡ് മിക്സ് പാലിൽ കൂടെ ചേർത്തത് അതായത് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 2-3 ഡ്രോപ്സ് വാനില എസൻസ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കോൺഫ്ലവറിൽ കസ്റ്റാർഡ് പൗഡറിൽ വാനിലയുടെ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതേപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. പിസ്തയൊക്കെ നട്ട്സൊക്കെ നമുക്കിത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക്
ഫ്രീസറിൽ ഒരു 8 തൊട്ട് 10 മണിക്കൂറൊന്ന് തണുക്കാനായിട്ട് വെക്കണം. രാത്രി വെക്കുകയാണെങ്കിൽ വെച്ചാൽ മതി, രാവിലെ എടുക്കാവുന്നതിന്. ഇത് രാത്രി ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ എടുത്തതാണിത്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പിസ്തയൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്പൂണുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ഇതേപോലെ എടുത്താലും മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കടയിൽ നിന്നും വാങ്ങിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് മക്കൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ, ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും ആവശ്യമില്ലാതെ ഇല്ല ഇത് തയ്യാറാക്കാൻ. ടേസ്റ്റിനാണെങ്കിൽ ഒട്ടും കുറവില്ല. ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറച്ച് നട്ട്സ്, പിസ്തയുടെ നട്ട്സൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.